ഹായ് ഓൾ. അപ്പം ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്ഷൻ ബയേഴ്സിന് നല്ലൊരു എൻട്രീസ് കാര്യങ്ങളൊക്കെ ഇന്ന് ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ഇന്നലത്തെ നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് വെച്ച് തന്നെ നമുക്ക് എന്താണ് നല്ല ലെവൽസ് കാര്യങ്ങളിലൊക്കെ അവിടെ നിന്ന് നമുക്ക് എന്താണ് ഒരു എൻട്രീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് നാളത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ ആ ഒരു ട്രേഡ് എടുത്ത ലെവലും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇന്നപ്പം നിഫ്റ്റിയുടെ നോക്കുമ്പോഴത്തേക്കും എന്താണ് നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പുട്ട് എൻട്രിയാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ടാർഗറ്റ് നമുക്ക് വന്നത് ഇവിടെയാണ്. പക്ഷേ ഇത്രയും ബൈയിങ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പക്ഷേ എന്താണ് നമുക്ക് ആ ഒരു ടാർഗറ്റ് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. എത്രയാണ് അപ്പം ഈ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ 11:30 to നിയർലി 3:30. ഓക്കെ, 3:30 വരെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ അത്രയും ടൈം നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടാർഗറ്റ്. പക്ഷേ നമുക്ക് ആ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ അത്രയും ടാർഗറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു ഇതല്ല. ഓക്കെ, കാരണം മാർക്കറ്റ് അപ്സൈഡിലോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെന്താണ് പിന്നെ ഞാൻ വേറെ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന്, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽ റിവേഴ്സൽ ലെവൽ, ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ ഞാൻ എന്താണ് ഒരു സി എൻട്രി എടുത്തു. എന്നിട്ട് ഡേ ഹൈ ആ ഒരു ഏരിയയിൽ ടാർഗറ്റ് വെച്ചു. ഓക്കെ, പിന്നെ ഞാൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സ്ട്രോങ് ബൈയിങ് വന്നു. പക്ഷേ ഇവിടുന്ന് എന്താണ് നല്ല റിജക്ഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് നല്ലൊരു ബയേഴ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇവിടുന്ന് ഞാൻ ഓൾറെഡി ടെലിഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന്, അതായത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ഹൈയിലോട്ട് തന്നെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 51,700 ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് പോകാൻ, അപ്പ് സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ മാർക്കറ്റ് എന്താണ് ആ ഒരു ഏരിയ വന്നിട്ട് ഡൗൺ സൈഡിലോട്ടുള്ള ഒരു കൺസോൾട്ടേഷനും കാര്യങ്ങളും ഒരു ഫോൾ പോലാണ് ലാസ്റ്റ് ടൈം നമുക്ക് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ നോക്കാം. നമുക്കപ്പോൾ ഈ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നാളത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ ഒരു ലെവൽ തന്നെ നമുക്ക് നാളെയും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലോയും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. എത്രയാണ് 24,972 ആ ഒരു ലെവലാണ് നമുക്ക് വരുന്നത്. പിന്നെ നിയർലി നിഫ്റ്റി എന്താണ് ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നാണ് ഒരു നല്ലൊരു റിജക്ഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വന്നത്. പക്ഷേ ഈ ഒരു ലെവൽ ഞാൻ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഞാൻ ഈ ഒരു ലെവൽ തന്നെയാണ്. കാരണം റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ല ഈ രണ്ട് ലെവൽസ് തമ്മിൽ. ഓക്കെ, ഒരു 5 to 6 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ലെവൽസ് തന്നെയാണ് ഈ ഒരു ലെവൽ തന്നെയാണ് നാളത്തേക്ക് കൺസിഡറും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നാളത്തേക്ക് നിഫ്റ്റി ഇത്രയേ ഉള്ളൂ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഓക്കെ, പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി വരുന്ന ലെവൽസ് എന്ന് പറയുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കപ്പോൾ ഇനി ഈ ഒരു സൈഡ് ട്രെൻഡ് ലൈൻ കളയാം. കാരണം ഈ ഒരു സൈഡ് ട്രെൻഡ് ലൈനിൽ ഇപ്പം റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഈ ഒരു സൈഡ് ട്രെൻഡ് ലൈനിലെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഓൾറെഡി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്നു, പിന്നെ സ്വീപ്പ് ചെയ്തു, പിന്നെ അത് ഡൗൺ ട്രെൻഡ് വന്നു, അതായത് ഡൗൺ സൈഡിലോട്ട് വന്നു മാർക്കറ്റ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് ഓൾറെഡി നമുക്ക് കിട്ടി. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്വീപ്പ് ആയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ ഇനിയും മാർക്കറ്റ് വന്നിട്ട് ആകുമ്പോഴത്തേക്കും നമുക്കൊരു പുട്ട് എൻട്രി എന്ന് പറയുന്നത് അത്ര നല്ലൊരു എൻട്രി ആയിരിക്കില്ല. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ 51,404 എന്ന് പറയുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ. പിന്നെ ഇത് ഓക്കെ 50,938 ഇത്രയാണ്. അപ്പം നാളത്തേക്കുള്ള, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഈ രണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഈ രണ്ട് ലെവൽസിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നാളത്തേക്കുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. കാരണം റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഈ വീക്കിൽ എക്സ്പയറിയാണ്. ഓക്കെ, എനിക്കൊന്ന് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയർ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, നാളെ അല്ലെങ്കിൽ തേഴ്സ്ഡേയിൽ, സാധാരണ തേഴ്സ്ഡേയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്തായാലും ചെക്ക് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാനപ്പം ആ ഒരു അഗ്രസീവ്നെസ് അത്രയും ഞാൻ ആ ഒരു അഗ്രസീവ് എൻട്രിയിലോട്ട് പോകത്തില്ല. കാരണം നാളെ DK നല്ലപോലെ കാണും. നാളെ ഒരു മന്ത്ലി എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും വൈൽഡ് മൂവ്മെൻറ്റും കൂടെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് ലെവൽസ് നല്ലപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്ന് ഞാനൊരു എന്തായാലും ഈ ഒരു ലെവലിലൊക്കെയാണ് നാളെ ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു സി എൻട്രി ട്രേഡ് ആയിരിക്കും ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഞാൻ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു മിഡ് ക്യാപ്പ്. ഓക്കെ, നിങ്ങൾ എത്ര പേര് ആ ഒരു ഏരിയ ചെക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മുടെ ആ ഒരു മിഡ് ക്യാപ്പിൻ്റെ ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി ആ ഒരു ലെവലിൽ നിന്ന്
മാർക്കറ്റ് എന്താണ്. ഞാനപ്പം അതിന് മുന്നേ ആ ഒരു സ്വീപ്പ് ആയപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് ഞാൻ എന്താണ് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. നോക്കി ആ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഹൈ തന്നെയാണ്. ഓക്കെ, നോക്കി മാർക്കറ്റ് എത്ര നല്ല ഭംഗിയായിട്ടാണ് ഫോൾ വന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ വരുന്ന ട്രേഡ്സ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് നോർമലി എന്താണ് നമ്മുടെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്നത് എന്താണ്, ഇവിടുന്ന് ഒരു ബൈയിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിപ്പ് വന്ന് ഈ ഒരു ക്യാൻഡിൽ വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് സ്ട്രോങ് ബൈ എടുക്കുന്നു. ഇവിടുന്ന് ഒരു സ്ട്രോങ് ബൈ എടുക്കുന്ന ആളുടെ റിസ്ക് റിവാർഡ് എന്തായാലും തൊട്ട് താഴത്തെ ക്യാൻഡിലായിരിക്കുമല്ലോ. നോക്കി ഇതിപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം അതാണ് ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ആണോ ഒരു ബ്രേക്ക് ഡൗൺ ആണോ അത് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണോ എന്ന് നമുക്ക് നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ലെവലിൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വരുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷന് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഈ ലിക്വിഡിറ്റി ലെവലിൻ്റെ ആ ഒരു ഞാനെടുക്കുന്ന ഒരു ട്രേഡിംഗ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഞാൻ എല്ലാ ദിവസവും ഡെയിലി ഞാൻ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൻ്റെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഞാൻ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ലൈവ് ട്രേഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാനപ്പം ലൈവ് ട്രേഡിൻ്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്തില്ലായിരുന്നു. കാരണം ആ ഒരു അഗ്രസീവ് നല്ല കറക്റ്റ് ഒരു പ്രോപ്പർ എൻട്രി ആയിരുന്നു. അപ്പോൾ ആ ഒരു എൻട്രി കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാനപ്പം ഇപ്പോൾ എൻട്രി വരുമായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ലെവൽ ഇത് ഓണാക്കാഞ്ഞത്. ഓക്കെ, റെക്കോർഡിങ് ഓണാക്കാഞ്ഞത്. പക്ഷേ ഞാൻ ആ ടൈമിൽ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻട്രി കാര്യങ്ങളെ കുറിച്ചുമല്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ജോയിൻ ചെയ്യാം. ഞാനപ്പോൾ എൻട്രി ചെയ്യുന്ന ആ ഒരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ മാർക്കറ്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മാർക്കറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസാണ്, അല്ലാതെ ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നാളെ നമുക്ക് നാളത്തെ മാർക്കറ്റ് സെക്ഷനുമായിട്ട് വരാം. നാളെ അപ്പം ഇനി മന്ത്ലി എക്സ്പയറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ലപോലെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.